വർക്കിച്ച ഈ ചതി ഈ കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. പക്ഷെ ആ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നത പ്രദർശനം കാണാണ്ട് വന്നില്ല. ഡോ വർക്കിച്ച താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. കയ്യിലെവിടാണ് കേട്ടവനെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഡറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേ. അയ്യോ ഉമ്മച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ, കെട്ട് കഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും. പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും. അതേ വർക്കിച്ചാ, സമയങ്ങളെണ്ട തറങ്ങാൻ നോക്ക്. കൈവിട്ടോ വർക്കിച്ച. അലക്സ് എന്ത് ചെയ്യാൻ ഞങ്ങൾ ചെയ്തേ പറ്റൂ. ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടേന്ന്. എവിടെ വർക്കിച്ച, കാശ് മാത്രം ഉണ്ടായാ പോരാ, ഒരല്പ അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം.